കൊച്ചിയിൽ GCDA പണിതു നൽകിയ ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥ ആരോപിച്ച് P&T കോളനി നിവാസികളുടെ പ്രതിഷേധം. ജില്ലാ കളക്ടർ വന്ന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് GCDAയ്ക്ക് മുന്നിലെ പ്രതിഷേധം. 2 വർഷം മുൻപ് പണിതു നൽകിയ അപ്പാർട്ട്മെന്റിന്റെ ശുചിമുറികൾ ഉൾപ്പെടെ ചോരുന്നുവെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ലിഡിയ ജേക്കബാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിഡിയ, ഗുഡ് ആഫ്റ്റർനൂൺ. ഈ വീടൊക്കെ പണിതു നൽകുമ്പോൾ അതിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഡ്യൂറബിളായി കുറേ നാളുകൾ അവർക്ക് താമസിക്കാനുള്ളവരാണ് എന്ന മട്ടിലായിരിക്കണമല്ലോ നൽകുന്നത്. അതങ്ങനെയല്ല എന്നതിന്റെ തെളിവാണല്ലോ ഇപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നത്. എന്താണ് അവിടെ പ്രതിഷേധക്കാർ പറയുന്നത്? അവരുടെ ആവശ്യം എന്താണ് ഇപ്പോൾ? ക്രിസ്റ്റീന, തീർച്ചയായും ഒരു 2.5 വർഷം മുമ്പ് കടവന്തറയിലെ P&T പ്രദേശത്ത് താമസിച്ചിരുന്ന 78 കുടുംബങ്ങളാണ്. അവർക്ക് അവിടെ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചു വന്നിരുന്ന സമയത്ത് സർക്കാർ മുൻകൈയെടുത്ത് ഇത്തരത്തിൽ ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു. മുണ്ടവേലിയിൽ ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുക്കുകയായിരുന്നു. ആ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ടേക്ക് 2.5 വർഷം മുമ്പ് താമസം മാറിയ ആളുകൾ പക്ഷേ ആ ഫ്ളാറ്റിൽ താമസിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്നാണ് ഈ 78 കുടുംബങ്ങളും പറയുന്നത്. പ്രത്യേകിച്ച് ആ കടവന്തറയിൽ താമസിച്ചിരുന്ന P&T പ്രദേശത്ത് താമസിച്ചിരുന്ന സമയത്ത് വെള്ളക്കെട്ടും മറ്റ് ദുരിതങ്ങളും അനുഭവിച്ച് വളരെ പ്രതീക്ഷയോടെ പുതിയൊരു ഫ്ളാറ്റിലേക്ക് മാറിയ ആളുകളുടെ ഫ്ളാറ്റ് നിലവിൽ ചോർന്നൊലിക്കുകയാണ്. ശുചിമുറി അടക്കം ചോർന്നൊലിക്കുകയാണ്. സെപ്റ്റിക് ടാങ്ക് ഒക്കെ ചോർന്നൊലിക്കുന്ന അവസ്ഥ. അത്തരത്തിൽ വലിയ ദുരിതവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴക്കാലം എത്താനായതോടുകൂടി GCDAയ്ക്ക് മുന്നിൽ ഇവർ പ്രതിഷേധം നടത്തുകയാണ്. ഈ ഒരു ഫ്ളാറ്റിന്റെ കാര്യത്തിൽ എത്രയും വേഗം ഒരു പരിഹാരം വേണം എന്നാണ് ഇവർ പറയുന്നത്. ചേച്ചി, എന്താണ് നിലവിൽ നിങ്ങളുടെ ഒരു അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ഭാഗവും ചോർന്നുകൊണ്ടിരിക്കണേ. ജനുവരിയിൽ ഞങ്ങൾ താമസം തുടങ്ങി, ഫെബ്രുവരി ആയപ്പോ മുതൽ ഇവിടെ ചോർച്ചയാണ്. 2.5 വർഷമായി ഞങ്ങൾ ഇതിന്റെ പുറകെ കയറി ഇറങ്ങിടക്കണം. ഞാൻ അവിടുത്തെ അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. ഞങ്ങൾ 2.5 വർഷമായിട്ട് ഇതിന്റെ പുറകെ കിടക്കണേണ്. ഇവരിപ്പോ പറഞ്ഞല്ലേ സെക്രട്ടറി ഒട്ടിച്ച് ഒരു സാമ്പിൾ കാണിച്ചിട്ടുണ്ടെന്ന്. ആ സാമ്പിൾ കാണിച്ച് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ആ പീസ് അത്ര ഇളകി വീണ്. ഇവരെന്ത് സാമ്പിളാണ് ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്? അതിന് പുറമെയാണ് ഇപ്പൊ ഇലക്ട്രിക്കിന്റെ സംഭവം കൂടി വന്നേക്കുന്നത്. ഇവര് ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഉണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടില് ഗ്യാസ് ഇടക്കിടക്ക് ലീക്ക് ആവുന്നു. ഞാൻ ഭാരത് ഗ്യാസിൽ വിളിച്ച ആളെ വന്ന് റിപ്പയർ ചെയ്യുമ്പോ അവര് പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ പ്രശ്നം അതിന്റെ റേഡിയേഷൻ കാരണമാണ് ഇതിന് സംഭവിക്കണതെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ അവിടെ? ഇവരാരെങ്കിലും ഒരാൾ അവിടെ വന്ന് താമസിക്കോ? വെയിലാണെങ്കിൽ വെയിലത്ത് നമുക്ക് താമസിക്കാൻ പറ്റില്ല. ഫുള്ള് ഇരുമ്പോണ്ട് പണിതേക്കുന്ന സംഭവം. ഞാൻ ഏറ്റവും മേളിലാണ് താമസിക്കുന്നത്. ക്രിസ്റ്റീന, അത് തന്നെയാണ്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകളുണ്ട്, ഒപ്പം പ്രായമായിട്ടുള്ള ആളുകളുണ്ട്. ഒരു തരത്തിലും ആ ഫ്ളാറ്റിൽ താമസിക്കാൻ സാധിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. മഴക്കാലം എത്തുകയാണ്. ഈ ഫ്ളാറ്റുകൾ ചോർന്നൊലിക്കുന്ന അവസ്ഥ അതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം. ഈ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാര്യങ്ങളിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.